ഇതിനകത്ത് ഒരു നന്മയുടെ ഒരു അംശവും കാണുന്നില്ല രാജേഷേ. ഈ പെൺകുട്ടിയെ നിങ്ങൾ വിളിച്ചുകൊണ്ട് പോയി നിങ്ങൾ മനസാക്ഷിയുള്ള ഒരാളായിട്ട് പെരുമാറിയിട്ടും അതിൻ്റെ ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടായില്ല, നല്ലൊരു പരിസമാപ്തി ഉണ്ടായില്ല. നിങ്ങൾ കുഞ്ഞിനെ ഏൽപ്പിക്കാനെന്നും പറഞ്ഞൊരു വീട്ടിൽ കയറി ചെന്നിട്ട് ആ കുടുംബവും ഇല്ലാതായിപ്പോയി. ഒരു മനുഷ്യന്റെ ജീവിതം നശിപ്പിച്ചില്ലേ നിങ്ങൾ? അയാൾ കള്ളുകൂടിയനോ നിങ്ങളും കുടിക്കുന്ന ആളല്ലേ? നിങ്ങളിപ്പോ ഒരു കുറ്റമായിട്ട് പറഞ്ഞു അയാൾ കുടിച്ചിട്ട് അയാൾക്ക് വൈഫ് പോയതിന്റെ അന്ന് മുതൽ സിഗരറ്റ് വലിയും പള്ളുകൂടി നിർത്തിയാണ് ഞാൻ. പോകാൻ വേണ്ടി നോക്കിയിരിക്കുകയായിരുന്നു. അന്ന് പോലെ നിർത്തി. എന്റെ ജീവിതത്തിൽ ഒരു പരാജയം എനിക്ക് പറ്റിയപ്പോ അത് നിർത്തി. പിന്നെ എങ്ങനെ നിങ്ങളൊരു മറ്റൊരു ബന്ധം ഇവിടെ എങ്ങനെയെങ്കിലും സ്നേഹിച്ച് തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാതെ വേറൊരു കുടുംബമായിട്ട് താമസിച്ചു അതിനിപ്പോ എന്തിനാ നശിച്ചത്? എന്റെ അമ്മയുടെ ഒപ്പം വന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ടാണ് എന്റെ ഈ ഇളയ കൊച്ചിനെ കാണിച്ചിട്ട് എനിക്ക് ഇവനെ വേണ്ട എന്ന് പറഞ്ഞ് ഒപ്പിട്ട് തരുമ്പോ എന്റെ മനസ്സിൽ പിന്നെ ഇവളെ സ്വീകരിച്ചുകൊണ്ട് വരണമെന്ന് എനിക്ക് തോന്നി. ഭർത്താവ് എന്ന് പറഞ്ഞ ആള് കുട്ടിക്ക് ചെലവിന് കൊടുക്കണം. ആ ചെലവിന് കൊടുക്കാഞ്ഞിട്ട് അവർ എന്റെ അടുത്ത് വന്ന് ഈ കുട്ടീനെ നോക്കി പെട്ടത്. അജിതയുടെ ഭർത്താവ് മുരുകൻ എന്നാണ് പേര്. അമ്മ ആ മനുഷ്യൻ പാവ. കാരണം അവിടെ ഉള്ളപ്പം എന്റെ മോനെ എടുത്തുകൊണ്ട് നടന്ന് കടയിൽ കൊണ്ടുപോവുകയും സാധനം വാങ്ങിച്ചു കൊടുക്കുകയും പൊന്നു പോലെ നോക്കുകയും ചെയ്യും. എന്റെ മോനെ നോക്കിയെന്നും പറഞ്ഞ് അയാൾ എന്തായാലും ഞാൻ അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ അയാളും പറഞ്ഞ് രാജേഷ് കുടിയനെ പോട്ട് മോളെ നീ എന്ന്. അപ്പം പറഞ്ഞു ഇല്ല അണ്ണ, ഞാൻ അണ്ണാന്ന് വിളിക്കണം. ഇല്ല അണ്ണനറിയാലോ. അപ്പൊ വഴക്ക് പറഞ്ഞു, മുരുകൻ വഴക്ക് പറഞ്ഞു, മുരുകേട്ടൻ വഴക്ക് പറഞ്ഞു. രാജേഷ് ഒരിക്കലും ആ പെണ്ണ് അങ്ങനെ ചെയ്യല, പെണ്ണ് പാവല്ലേ എന്നൊക്കെ പോയിച്ച് പറയുകയും ചെയ്തു. പോട്ടെണ്ണ അവള് പോട്ടെ, അവൾ എന്തിനാ അവിടെ നിൽക്കുന്നത്, അവൾ ഇറങ്ങി പോട്ടെ എന്നും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയും ചെയ്തു. മുരുകന്റെ അറിവോട് കൂടി തന്നെ സമ്മതിച്ചിട്ടാണോ നിങ്ങൾ 200 രൂപ വെച്ച് കൊടുത്തോണ്ടിരുന്നതും ഈ കുട്ടിയെ നോക്കാൻ ഏൽപ്പിച്ചതും? ഈ വിശ്വാസം എന്ന് പറഞ്ഞ ഒരു അന്യ കുടുംബത്തിനകത്ത് ആണെന്നുള്ള വിശ്വാസം നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ എന്റെ ഭാര്യയായിട്ട് ഞാൻ കുറച്ച് പ്രശ്നമായി പോയി. എന്റെ പെങ്ങളുടെ വീട് കുറച്ച് ദിവസം നീ താമസിച്ചോ അവർ താമസിപ്പിക്കത്തില്ല. ഇല്ല. അപ്പോ രാജേഷ് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു, ഫിക്സ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇല്ലെങ്കിൽ സ്വന്തം ഭാര്യ തന്റെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അമ്മ കാണാതെ പോയിട്ട് ഒരാഴ്ചയായി. നിങ്ങൾക്ക് ആ വീട്ടിൽ അങ്ങനെ കഴിയാൻ പറ്റത്തില്ല. സ്നേഹത്തിന്റെ ഒരു അംശം ഉണ്ടെങ്കിൽ ഒരു പുരുഷന് സാധിക്കത്തില്ല. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു സ്റ്റെപ്പിനെ അവിടെ പ്ലാൻ ചെയ്ത് വെച്ച് കഴിഞ്ഞു ആണ് രാജേഷ്. അല്ലാതെ നിങ്ങൾ പറഞ്ഞാൽ സമ്മതിച്ചു തരാൻ പറ്റില്ല രാജേഷ്. നിങ്ങൾ ഇത്രയും പറയുന്നു, അപ്പോഴൊന്നും ID കാർഡ് ഇല്ലാത്തതൊന്നും രജിസ്റ്റർ ചെയ്തില്ല, നിങ്ങൾ മംഗലാപുരത്ത് അതിനാണെന്ന് എല്ലാം പറഞ്ഞ് നിങ്ങളെ പാലക്കാട് ഇത്രയും കാര്യമായിട്ട് പഴയ സാധനങ്ങളോ പുതിയ സാധനങ്ങളോ വണ്ടി കയറ്റി കൊണ്ടുപോകുന്ന നല്ല രീതിയിൽ അല്ലല്ല അങ്ങനെയൊക്കെ താമസിപ്പിച്ച് ലോഹ്യമായ ഒരു കുടുംബക്കാരെ നിങ്ങൾ എന്താ അവര് കുട്ടി മിസ്സായിട്ട് അറിയിക്കാത്തെ? കുട്ടി മിസ്സായി അറിയിച്ച് രാത്രി ഇല്ല മാഡം, ഒരാഴ്ച കഴിഞ്ഞ് അറിയിച്ചു. ഒരാഴ്ച കഴിഞ്ഞ് നിങ്ങളെ ഫോൺ റെക്കോർഡ് ചെയ്ത് ഞാൻ പറയും. നിങ്ങൾ രാത്രി വിളിച്ച് കുത്തിക്കൊല്ലും, നേരം വെളുത്ത പെണ്ണ് വീട്ടിലെത്തില്ല നിങ്ങൾ പറഞ്ഞോ? നിങ്ങൾ സിം എടുത്ത് ചെക്ക് ചെയ്ത് അറിയും. ഇത് തമാശ പറയുന്ന കാര്യമല്ല. നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞതാണ് എന്റെ മോള് വീട്ടിലെത്തില്ല നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞത്. ചെക്ക് ചെയ്തോ? നീ എന്ത് ചെയ്തോ? നീ വിളിച്ചറിയോ? അവള് വിളിച്ചപ്പോ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ടല്ലാതെ നീ വീട്ടിൽ കയറി നീ എവിടെ ആരുണ്ടാക്കാൻ പോകടിയെന്ന് ഞാൻ ചീത്ത പറഞ്ഞു. കൊച്ചിനെ ഈ പാതിരാത്രി ഇല്ല, നീ ആരെ കൂടെ പോകുന്നു? കൊച്ചിനെ കൊണ്ട് വീട്ടിൽ എത്തണമെന്ന് ഇവളെ ഞാൻ ചീത്ത പറഞ്ഞു. ഇവ അറിയിച്ചില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇവന് ഒരു 6 ദിവസം 7 ദിവസം ഇവൻ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം. അപ്പൊ ഞാൻ ഇവനെ ചീത്ത പറഞ്ഞു. നീ എന്തുകൊണ്ടാ ഇവള് പോയപ്പോ അറിയിക്കാന്ന് പറഞ്ഞിട്ട് ഇവളെ ചീത്ത പറഞ്ഞു. ഒരു കാരണവശാലും രാജേഷിന്റെ കൂടെ എന്റെ കുട്ടികളെ ഞാൻ വിടില്ല. എന്റെ അച്ഛന്റെ അടുത്ത് നിൽക്കും. കാരണം എന്റെ അച്ഛൻ എന്നെ സ്നേഹിക്കുന്ന പോലെ എന്റെ മക്കളെ സ്നേഹിക്കുന്ന എനിക്ക് വിശ്വാസമുണ്ട്. അതല്ല രാജേഷ് എത്ര രൂപ ചെലവിന് കൊടുക്കാൻ എഴുതിയേക്കുന്നത്? 2500 രൂപ ഒരു കുട്ടിക്ക്. 5000 രൂപ ആണോ? 5000 രൂപ കൊടുത്തോ നിങ്ങള്? ഇല്ല, കൊടുത്തില്ല. ഡിസംബർ തൊട്ട് നിങ്ങൾ കൊടുക്കാനുണ്ട് 2 മാസം. ഇത് കൂടാണ്ട് മേഡം അവൻ പലയിടത്തും വെല്ലുവിളിച്ച് നടക്കണം. ഇവര് മേടിക്കാമെങ്കിൽ മേടിച്ചോട്ടെ, ഞങ്ങൾക്ക് അവന്റെ 10 പൈസ കുഞ്ഞുങ്ങളെ നമ്മളെ വളർത്തിട്ട് നമ്മളെ ഞങ്ങൾക്ക് 10 പൈസ അവനോട് 1 രൂപ പോലും ഞങ്ങൾ ചോദിച്ചിട്ടില്ല, ഇന്ന് വരെയും പറഞ്ഞിട്ടില്ല. ശേഷം ചോദിക്കുന്ന നാട്ടുകാരോട് ജയിക്കാൻ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ? അത്തരം ആണുങ്ങൾക്ക് ഉള്ളതാണ് ആരോപണങ്ങളും അതൊക്കെ മരുമോൻ കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നോട് ഒരാൾ വിളിച്ചു നിർത്തി, ഇന്നലെ മരുമോൻ പൈസ കൊണ്ടുവന്നല്ലോ പിള്ളേർക്ക്. ബൈക്കുണ്ട് ഫ്ലാറ്റില് അവളും ഇവനും കൂടെയാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നത്. വേറെ രാജേഷിന്റെ ഫ്ലാറ്റിലാണ് അവര് താമസിക്കുന്നത്. ഈ അജിതയുടെ കുട്ടി രാജേഷിന്റെ കൂടെ അല്ലേ ഇപ്പൊ? നിങ്ങൾ ഒരുമിച്ചല്ലേ? ആ കുഞ്ഞ് രാജേഷിന്റെ സമ്പാദ്യത്തിൽ നല്ല രീതിയിൽ ജീവിക്കല്ലേ? പിന്നെ ആ കുട്ടിയെ അച്ഛൻ കൊണ്ടുപോയോ? ഇല്ല, ഉണ്ട്. അതിന് അതിന്റേതായ ഒരു ഇതിൽ ജീവിക്കുന്നു. എങ്ങനെയോ ആയിക്കോട്ടെ, അത് ജീവിക്കുന്നില്ല. സംരക്ഷിക്കുന്നു. നിങ്ങളുടെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞുങ്ങളോ? എനിക്ക് സംരക്ഷിക്കണം ആഗ്രഹമുണ്ട്. എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല. അവരെ സംരക്ഷിക്കാൻ ഞാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ ഇവരുടെ ഈ ഭാഗമല്ല ഇവര് പറയുന്നത്, ഈ ഭാഗമല്ല ഇവര് ചെയ്യുന്നത്. പൈസ കൊടുക്കുന്നുണ്ടോ? കോടതി പറഞ്ഞിട്ട് പോലും നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. കൊടുത്തിട്ടില്ല. ഇതിന്റെ എന്റെ മക്കളാണ്, ഞാൻ കൊടുത്തില്ല. ശരി, ഈ വക്കീല് വന്നിട്ട് ഇതിന്റെ ഒരു പേപ്പർ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. കൊണ്ടുപോയി കൊടുക്കണം. എന്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണമെന്ന് എനിക്ക് തോന്നത്തില്ലേ? അത് കോടതിയിൽ നിന്ന് പേപ്പർ വരട്ടെ എന്നിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ പിന്നെ നിങ്ങൾ കാണാൻ നിങ്ങൾ ആ നടയിൽ ചെന്നപ്പോഴത്തേക്ക് നിങ്ങൾ ഹാമർ എടുത്ത് കാണിച്ചു എന്ന് പറഞ്ഞു. ഏത് സന്ദർഭത്തിലാണ് തെറി വിളിക്കും? അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ചെയ്തേ.
അല്ലെങ്കിൽ അച്ഛൻ അങ്ങനെ ചെയ്യില്ല. ഇവള് നിന്നപ്പോഴാ ആമറ എടുത്ത് തെറി പറയും ചോദിച്ചു. എന്നെ അവിടെ ഇട്ട് എന്നെയും അവര് അച്ഛൻ്റെ മുമ്പിൽ വെച്ച് എന്നെ തല്ലാന്നിട്ട് അച്ഛനെ പിടിക്കാറുണ്ട്, വഴക്കുണ്ടാക്കാറുണ്ട് അച്ഛൻ. അച്ഛന് ഇഷ്ടമല്ല എന്നെ തല്ലാണത്. ഇവളിങ്ങനെ ഇവനോട് പിണങ്ങിയപ്പോഴും ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുമ്പോളെ കടയിൽ വന്ന് നിൽക്ക്, അങ്ങും ഇഞ്ഞും ജോലിക്കൊന്നും പോണ്ട, നീ മഹേന്ദ്രയിലും പോണ്ട, എങ്ങും പോണ്ട, ഈ കടയിൽ ക്യാഷിൽ ഇരുന്നിട്ട് ഇവിടുത്തെ കാര്യം നോക്കും, ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കാം. പല സംസ്ഥാന തൊഴിലാളികളും പല ഭാഷകളാണ്, തമിഴ് ഒക്കെയാണ്. ഞാൻ ഭാഷകൾ 5 ലാംഗ്വേജ് സംസാരിക്കും, അതുകൊണ്ട് ഭാഷകൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ നോട്ടവും കാര്യങ്ങളും എന്നെ ഡിസ്റ്റർബ് ആയിരുന്നു. അത് മറ്റു കടകളിലും നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. കാരണം മക്കളെ വളർത്താൻ എനിക്കെന്ന് വെച്ചാൽ ആ കടയിൽ നിന്ന് ഞാൻ പാത്രം കഴുകി നിന്നാൽ എനിക്ക് മാസം എന്ത് വരുമാനമൊന്നുമില്ല. പുറത്ത് പോയി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടും എന്നുള്ള അവിടെ നിന്ന് ഞാൻ ജോലി ഒരു 2-3 കൊല്ലം നിന്നിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഇതിലും നല്ലൊരു ജോലി കിട്ടും. ഒരു മഹേന്ദ്ര സ്ഥാപനം പോലെ ഒരു ജോലി. പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി നേരത്തെ പറഞ്ഞായിരുന്നു, ഈ അജിതയാണ് ഭർത്താവിനോട് സംസാരിക്കാൻ വേറൊരു ഫോൺ വെക്കണം, ഇവരല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞു, വേറൊരു ഫോൺ വെക്കുക. നിങ്ങൾ ഈ പറഞ്ഞ വളരെ സൽസ്വഭാവിയായ സ്ത്രീ പറഞ്ഞു കൊടുത്ത ഉപദേശമാണ് കേട്ടോ. ഭർത്താവുമായിട്ട് നിഷ്കളങ്കമായിട്ട് ആ കുട്ടി കൂടെ വർക്ക് ചെയ്യുന്നവരോട്ട് സംസാരിക്കുന്നു, പിന്നെ നാളത്തെ പ്രോഗ്രാം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവിടുന്ന് ജോലിക്കാർ വിളിക്കാറുണ്ട്, ചിലപ്പോൾ മേലുദ്യോഗസ്ഥന്മാർ വിളിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾക്കൊരു ഭർത്താവ് നടന്നിട്ട് നിങ്ങൾ ഇറിറ്റേറ്റ് ആവുന്നു, നിങ്ങൾക്ക് അത് താല്പര്യമില്ല. 100% പുരുഷന്മാർക്കും താല്പര്യം. ഭാര്യ രാത്രിയാവുമ്പോൾ പുരുഷന്മാരിനി ആരായിക്കോട്ടെ വിളിച്ചാൽ താല്പര്യം ഉണ്ടാവില്ല. ഞാൻ വിളിക്കാറില്ലായിരുന്നു. അശ്വതിനെ കുറിച്ച് ഒരിക്കലും സംശയമായിട്ട് ഞാൻ ഒരിക്കലും ഒരു ഘട്ടത്തിലും കണ്ടിട്ടില്ല. അപ്പൊ അല്ല നിങ്ങളത് അതുകൊണ്ട് ഫോണ് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ വേറൊരു സിം, ഇവര് വേറൊരു സിം മറ്റുള്ള ആൾക്കാരെ വിളിക്കാൻ വേണ്ടി വേറൊരു സിം വാങ്ങിക്കാൻ ഉപദേശിച്ചത് അജിതയാണെന്നാണ് പറയുന്നത്. അത് എനിക്കറിയാം. എനിക്ക് ഫോണ് മേടിച്ചതും അറിയില്ല, ഇത് ഉപയോഗിച്ചതും എനിക്ക്. എന്റെ ഫോണ് പോകുമ്പോ ഉപയോഗിച്ചത് എനിക്കറിയത്തില്ല. ഹലോ, എടാ ഒരു കുഴപ്പമുണ്ട്. അതെ, എൻ്റെ കാറൊരു വേറൊരു കാറായിട്ട് ഇടിച്ചിട്ടേ ആകെ പ്രശ്നമായിട്ടിരിക്കുക. കുറച്ച് പൈസ എത്രയും പെട്ടെന്ന് കിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും. നിൻ്റെ കുറച്ച് പൈസ എടുക്കാണ്ടാവോ?